ഹായ്, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു വെജ് മഷ്റൂം മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. വെജ് മഷ്റൂം മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അതായത് കോളിഫ്ലവർ, ബീൻസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ് എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ മഷ്റൂം എടുത്തിട്ടുണ്ട്. നമ്മൾ 3-5 പീസ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 2 ഓണിയൻ ഫൈൻ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കാണ്. അത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. 2-3 പീസായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി ജൂലിയം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഗാർലിക്കും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ ടൊമാറ്റോ ഒരു മീഡിയം ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ബാക്കി മസാലകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ടു കൊടുക്കും. ബട്ടർ ചെറിയ രീതിയിൽ മെൽറ്റായി വരുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്ക് സവോള ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. സവോള വാടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. സവോള ചെറുതായി വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. സവോള ഏകദേശം വാടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മേത്തി ഇട്ട് കൊടുക്കുകയാണ്. കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. കസ്തൂരി മേത്തിയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കണം. ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മഷ്റൂം ഇട്ട് ഇവനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം മഷ്റൂം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ വെജിറ്റബിളും മഷ്റൂമും സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം മല്ലിപ്പൊടി, അതോടൊപ്പം തന്നെ ലേശം ഗരം മസാല, പൊടിക്ക് ജീരകപ്പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്.
നമുക്കിതിലേക്ക് നമ്മൾ വെജിറ്റബിൾ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇവനെ ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഏകദേശം നമ്മുടെ കറി റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ലേശം മല്ലിയിലേക്ക് കൂടി ഇടാം. കുറച്ച് കസ്തൂരി മെത്തി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം. എല്ലാ വെജിറ്റബിളും ഇട്ട് അടിപൊളിയായിട്ടുണ്ട് കറി. മഷ്റൂമൊക്കെ ആവശ്യത്തിനുണ്ട്. ഇന്നുണ്ടാക്കിയ വെജ് മഷ്റൂം മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും റൈസിനും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഐറ്റമായി വീണ്ടും കാണാം.